സനാതനധർമ്മം കേവലം സെമറ്റിക് മതങ്ങളെപ്പോലെ ഒരു മതമല്ല. മതത്തിൻ്റെ മതിലുകൾ പണിത് അതിൻ്റെ ഉള്ളിൽ അടയ്ക്കാവുന്നതല്ല. ആദിയും അന്തവുമില്ലാത്ത, മധ്യമില്ലാത്ത, മധ്യാന്തങ്ങളില്ലാത്ത അനാദിയും അനന്തവുമായ ഒന്നിനെ നമുക്ക് എവിടെയെങ്കിലും ചെറിയൊരു സ്ഥലത്ത് ഒതുക്കാനായിട്ട് സാധിക്കുമോ? ആകാശത്തിൻ്റെ വ്യാപ്തി അളക്കാൻ സാധിക്കാത്തതുപോലെ, അനന്തമായ കടൽ എപ്രകാരമാണോ അതുപോലെ സനാതനധർമ്മം അതിബൃഹത്താണ്, വിശാലമാണ്. വാക്കിലുള്ളതുപോലെ തന്നെ സനാതനമാണ്, നാശമില്ലാത്തതാണ്, അനാദിയാണ്, പണ്ടേക്ക് പണ്ടേ ഉള്ളതാണ്, ഇന്നും ഉള്ളതാണ്, ഇനി ഏത് കാലത്തും നിലനിൽക്കുന്നതാണ്, എന്നുമെന്നും ഉള്ളതാണ്, ഒരിക്കലും നശിക്കപ്പെടാത്തതാണ്. അപ്പം അങ്ങനെയുള്ള ആ ഒരു ധർമ്മം, ആ സനാതനധർമ്മം എങ്ങനെയാണ് ചില പരിധികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു മതത്തിൻ്റെതായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ നിൽക്കാൻ സാധിക്കുക? അതിന് ഒരിക്കലും സാധിക്കില്ല. മതമല്ല സനാതനധർമ്മം, ഒരു ധർമ്മമാണ്, ഒരു ജീവിത ചര്യയാണ്, ഒരു സംസ്കാരമാണ്. ആർഷഭാരത സംസ്കാരം എന്നൊക്കെ പറയുന്ന പോലെ ഭാരതം എന്നൊരു ദേശം, ആ ദേശത്തിൽ ഉള്ള ഒരു സംസ്കാരം, ധാർമ്മിക പദ്ധതികൾ, രീതികൾ, അതാണല്ലോ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത്. ആ ആർഷഭാരത സംസ്കാരം അതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? സനാതനധർമ്മത്തിൽ നിന്നാണ്. എല്ലാം ഉള്ളതാണത്, ഒരു കലവറയാണ്, എല്ലാം ഉണ്ട്, ഇതിലില്ലാത്ത ഒന്നുമില്ല, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട്. ഇതിൽ കേവലം വിശ്വാസം മാത്രമല്ല, അവിശ്വാസവുമുണ്ട്. നാസ്തികവും ആസ്തികവും രണ്ട് ദർശനങ്ങളും സനാതനധർമ്മത്തിൻ്റെ ഭാഗമാണ്. ആസ്തിക ദർശനം ദൈവവിശ്വാസത്തെയും ആത്മാവിനെ പറ്റിയും എല്ലാം പറയുന്നു. എന്നാൽ നാസ്തിക ദർശനം ദൈവമില്ലെന്നുള്ളതും ആത്മാവില്ലെന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അതും ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതിൻ്റെ ആചാര്യന്മാരെ നമ്മൾ ഋഷികൾ, മുനികൾ എന്ന് തന്നെയാണ് പറയുന്നത്. ഷഡ്ദർശനങ്ങൾ, അതിൽ വേദാന്ത ദർശനമാണ് യഥാർത്ഥത്തിൽ ആസ്തിക ദർശനത്തിൽ വരുന്നത്. ബാക്കി 5 എണ്ണം നോക്കുകയാണെങ്കിൽ നമുക്ക് നാസ്തിക ദർശനങ്ങളായിട്ട് തോന്നിയേക്കാം. അതുപോലെ ബൗദ്ധ, ജൈന ദർശനങ്ങളെല്ലാം നാസ്തിക ദർശനങ്ങളാണ്. വേദാന്ത ദർശനങ്ങളും അതിൻ്റെ അകത്ത് വരുന്ന ഉപശാഖകൾ, ദ്വൈതം, അദ്വൈതം, വിശിഷ്ടാദ്വൈതം, ശുദ്ധാദ്വൈതം എന്നൊക്കെ, ശങ്കരാചാര്യർ, മധ്വാചാര്യർ, രാമാനുജാചാര്യർ, നിമ്പാർക്കാചാര്യർ തുടങ്ങിയ ആചാര്യന്മാർ, അവരുടെയൊക്കെ ദർശനങ്ങളൊക്കെ വേദാന്ത ദർശനങ്ങളാണ്. അത് ആസ്തിക ദർശനങ്ങളാണ്. വേദവ്യാസനാണ് അതിൻ്റെ ഉപജ്ഞാതാവ്. ഇപ്പോൾ പതഞ്ജലി മഹർഷിയുടെ ദർശനം, സാങ്ക്യദർശനം, ന്യായദർശനം, മീമാംസ ദർശനങ്ങൾ, ഉത്തരമീമാംസ, പൂർവമീമാംസ ദർശനങ്ങളെ പറ്റിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതിലേക്ക് പോകണ്ട, കയറി പോകുന്നില്ല. അപ്പം അതിനൊക്കെ ഓരോ ആചാര്യന്മാരുണ്ട്. ചിലവരതിൽ സ്വർഗനരകങ്ങളില്ല എന്ന് പറയുന്നു, ആത്മാവില്ലെന്ന് പറയുന്നു. ഈ ജീവിതം അങ്ങ് ആസ്വദിക്കുക, ഒറ്റ ജീവിതമേ ഉള്ളൂ. അപ്പോൾ അതിനർത്ഥം പുനർജന്മ, പൂർവ്വജന്മങ്ങളോ ആത്മാവിലോ വിശ്വസിക്കുന്നില്ല എന്നർത്ഥം, ദൈവികതയിൽ വിശ്വസിക്കുന്നില്ല എന്നർത്ഥം. എന്നാൽ അങ്ങനെയുള്ള നാസ്തിക ദർശനവും ഇതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ആചാര്യന്മാർ നമ്മൾ ഋഷികൾ, മുനികൾ എന്നാണ് വിളിക്കുന്നതെന്ന് ശ്രദ്ധേയമാണെന്ന് വീണ്ടും എടുത്ത് പറയുകയാണ്. അപ്പം ഇതിലെല്ലാം ഉണ്ട്, വിശ്വാസവും അവിശ്വാസവും എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. യോഗ, രാജയോഗ, രാജവിദ്യ, സിദ്ധികൾ, അഷ്ടസിദ്ധികൾ, അതിലും അപ്പുറം ഒരുപാട് സിദ്ധികളുണ്ട്. ഭാഗവതത്തിൽ 23ഓളം സിദ്ധികളെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. അഷ്ടസിദ്ധികളല്ല, അതിലപ്പുറം ഉണ്ട് സിദ്ധികൾ. എത്ര തന്നെ ആയാലും സിദ്ധികളെക്കുറിച്ച് പറയുന്നു. യോഗ ഒരു ചര്യയാണ്. ഇതൊക്കെ എന്താണ്? ഇതിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ സനാതനധർമ്മത്തിൻ്റെ ഭാഗമാണ്. ആസ്തിക ദർശനത്തിൽ എത്രയോ ശ്രേഷ്ഠമാണ്. ആത്മാവുണ്ട്, ആത്മാവിൻ്റെ ഗതിയെപ്പറ്റി പറയുന്നു. ആത്മാവ് എവിടെ നിന്ന് വന്നു, പൂർവജന്മം, ഇഹജന്മം, ഇനി വരുന്ന പുനർജന്മം, അതുപോലെ പരലോകങ്ങൾ, അതിലാണ് എല്ലാ ദർശനം, എല്ലാ കാര്യങ്ങളും വരുന്നത്. കാരണം അത് വേദത്തിൽ വിശ്വസിക്കുന്നതാണ്.
വേദത്തിൽ വിശ്വസിക്കുന്നതാണല്ലോ ആസ്തിക ദർശനം. 4 വേദങ്ങൾ, അതുപോലെ 4 ഉപവേദങ്ങൾ, 6 വേദാംഗങ്ങൾ, 2 ഇതിഹാസങ്ങൾ, 18 മഹാപുരാണങ്ങൾ, 18 ഉപപുരാണങ്ങൾ, 108 ഉപനിഷത്തുകൾ, അങ്ങനെ പ്രസ്ഥാനത്രയങ്ങൾ, അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ ഊന്നി നിൽക്കുന്നു. ഓരോരോ ദർശനങ്ങൾ, അതിലെ ആചാര്യന്മാർ, അവരുടേതായ കൃതികൾ, ഇതൊക്കെ വരുന്നത് ഇതിലാണ്. സ്മൃതി ഗ്രന്ഥങ്ങൾ, എങ്ങനെ ജീവിക്കണം എന്നുള്ളത്, 4 ആശ്രമങ്ങൾ, 4 വർണ്ണങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ത്രിഗുണങ്ങളെ പറ്റി പറയുന്നത്, എല്ലാത്തിനെ പറ്റിയും പറയുന്നതായിട്ടുള്ള ദർശനം വേദാന്ത ദർശനമാണ്. വേദത്തിൻ്റെ അന്തമാണ്, അറിവിൻ്റെ ഏറ്റവും അവസാനം എന്ന് പറയുന്ന വേദാന്ത ദർശനം. അത് ആസ്തിക ദർശനമാണ്. വേദവ്യാസ മഹർഷിയാണ് അതിൻ്റെ ഉപജ്ഞാതാവ്. അതിലാണ് എല്ലാം വരുന്നത്, ഈശ്വര വിശ്വാസവും എല്ലാം തന്നെ. അതിൽ നമുക്ക് ശൈവം, വൈഷ്ണവം, ഗാണപത്യം, സ്കന്ധം ഇന്നത് തിരഞ്ഞെടുക്കണമെന്നില്ല, ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. അതുപോലെ ധർമാർത്ഥ കാമ മോക്ഷം, പുരുഷാർത്ഥത്തെക്കുറിച്ച് പറയുന്നു. മനുസ്മൃതിയിൽ ജീവിതചര്യ, ധർമ്മം പാലിക്കേണ്ടത് എങ്ങനെയാണ് ധാർമ്മികനായിട്ട് ജീവിക്കേണ്ടത് എന്ന് പറയുന്നത്. എന്താണ് കുലത്തിൻ്റെ മഹിമ, വർണ്ണത്തിൻ്റെ മഹിമ, ആ വർണ്ണത്തിൽ എന്തുകൊണ്ട് ജീവിക്കണം, ഇതെല്ലാ 3 പുരുഷാർത്ഥങ്ങൾ നേടിക്കഴിഞ്ഞാൽ പരമപുരുഷാർത്ഥമായ മോക്ഷം എന്തിനു നേടണം, എന്താണ് പുനർജന്മം, എന്താണ് പരലോകങ്ങൾ, എല്ലാം പറയുന്നത് എന്തിലാണ്? ആസ്തിക ദർശനത്തിൻ്റെ ഭാഗമായ വേദാന്ത ദർശനത്തിലാണ്. ഇതെല്ലാം ഉൾപ്പെട്ട ഒന്നാണ് സനാതനധർമ്മം. അതിവിശാലമാണ്. വേദത്തില്ലാത്ത ഒരു അറിവൊന്നും പുറത്ത് വേറെ ഇല്ല, എല്ലാം ഉണ്ട് വേദത്തിൽ. വേദമെന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? അറിവ് എന്നാണ്. എല്ലാ ജ്ഞാനങ്ങളും അതിലുണ്ട്. ഭൗതികവും ആത്മീയവുമായിട്ടുള്ള എല്ലാ ജ്ഞാനവും, ശരീരസംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ, ആയുർവേദം എല്ലാം വരുന്നത് ഈ വേദത്തിൽ നിന്നാണല്ലോ. സംഗീതം സാമവേദത്തിൽ നിന്നല്ലേ വരുന്നത്. പാട്ടും നൃത്തമൊക്കെ നമ്മൾ ഇപ്പോൾ കാണുന്ന രീതിയിൽ ഉപയോഗിക്കുന്നു നമ്മുടെ ആനന്ദത്തിന്. പക്ഷേ അത് എവിടെ നിന്നാണ് വന്നത്? വേദത്തിൽ നിന്നാണ്. വേദത്തിൽ നിന്ന് അത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖിക്കാനല്ല, ഭഗവാനെ പാടി സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഗീതം എല്ലാം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ നൃത്തങ്ങളാണെങ്കിലും ഭഗവാന്റെ നാമം ചൊല്ലിക്കൊണ്ട് നൃത്തം ചെയ്യാനാണ്, ഭഗവാന് വേണ്ടിയിട്ട് നൃത്തം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാം വന്നിട്ടുള്ളത് എന്താണ്? വേദത്തിൽ നിന്നാണ്. ആ അറിവുകളെല്ലാം ഭഗവാനിലേക്കാണ് തിരിച്ചു വിടേണ്ടത്. പക്ഷെ നമ്മളത് പലപ്പോഴും നമ്മുടെ ഭൗതിക സുഖങ്ങൾക്കായിട്ട് എടുക്കുന്നു എന്ന് മാത്രം. നൃത്തമായാലും സംഗീതമായാലും എല്ലാ അറിവുകളും വന്നിട്ടുള്ളത് വേദത്തിൽ നിന്നാണ്. ആ വേദം ഭഗവാനിൽ നിന്ന് വന്നതാണ്, സ്വയംഭൂവാണ്, ഭഗവാനിൽ നിന്ന് വന്നതാണ്, ഭഗവാൻ സൃഷ്ടിച്ചതാണ് ആ വേദത്തെ. വേദത്തിലില്ലാത്ത ഒരു അറിവും ഈ പ്രപഞ്ചത്തിലില്ല. ഇതിൽ മാറ്റി നിർത്താനായിട്ട് ഒന്നുമില്ല. നല്ലതും ചീത്തയും, ധർമ്മവും അധർമ്മവും, പുണ്യവും പാപവും എല്ലാത്തിനെ പറ്റി പറയുന്നുണ്ട്. ആത്മാവിനെ പറ്റിയും ഈശ്വരവാദത്തെ പറ്റിയും നിരീശ്വരവാദത്തെ പറ്റിയും നാസ്തികതയും ആസ്തികതയും എല്ലാം ഉൾപ്പെട്ട ഈ സനാതനധർമ്മം എത്രയോ വിശാലമാണ്, ബൃഹത്താണ്, മഹത്താണ്. എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. യാതൊരു നിർബന്ധമായിട്ടില്ല. വിശ്വസിക്കാത്തവന് വിശ്വസിക്കാനും, ആഗ്രഹമുള്ളവന് വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ ഏത് ദർശനത്തിൽ വേണമെങ്കിലും ഏത് ദേവനെ വേണമെങ്കിലും പൂജിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്കിനി ധർമാർത്ഥ കാമം മാത്രം മതിയോ? ഇനിയും പുനർജനിക്കണോ? അതാകാം. അല്ല, ധർമാർത്ഥ കാമങ്ങൾ ഉപേക്ഷിച്ച് വൈരാഗ്യം, വിരക്തി വന്ന് പരമപുരുഷാർത്ഥമായ മോക്ഷം നേടണോ? അതിനും വകുപ്പുണ്ട്. എല്ലാത്തിനെ പറ്റിയുള്ള അറിവും എല്ലാത്തിനുള്ള സ്വാതന്ത്ര്യവും അവകാശവും തരുന്ന സനാതനധർമ്മം കേവലം സെമിറ്റിക് മതങ്ങളെപ്പോലെ ഒരു മതമല്ല എന്ന് മനസ്സിലാക്കുക. ഇതിനാരും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരിക്കലും നാശമില്ലാത്തതാണ്. ഇതിന് ഒരു കൂട്ടം ആളുകൾ ഞാൻ ഈ മതത്തെ സംരക്ഷിക്കാൻ നിൽക്കുന്നു, എന്നാലാണ് ഈ മതം സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് പറയേണ്ട കാര്യമില്ല. ഇത് പണ്ടേ ഉള്ളതാണ്, ഇനിയും ഉണ്ടാവുക തന്നെ ചെയ്യും. ആർക്കും ഇതിനെ നശിപ്പിക്കാൻ സാധിക്കില്ല. അതാണ് അതിൻ്റെ പേര് തന്നെ, സനാതനമായത്. സനാതനധർമ്മം.